ബി.ജെ.പി. നേതൃത്വവുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ ചടുലമായ നീക്കവുമായി കോൺഗ്രസ് നേതൃത്വം. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് എന്ന സന്ദീപ് വാര്യർ. കഴിഞ്ഞ രണ്ടാഴ്ചയായി കോൺഗ്രസുമായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് സന്ദീപിന്റെ നിർണായക നീക്കം. പാലക്കാട് തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങവെയാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടായത്. ഇന്നലെ രാത്രി എ.ഐ.സി.സിയും സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് അനുമതി നൽകിയതോടെയാണ് നിർണായക പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. അതേസമയം ബി.ജെ.പിയിൽ വീർപ്പുമുട്ടിയാണ് ജീവിച്ചതെന്നും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നുവെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു. വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്നും സ്നേഹം പ്രതീക്ഷിച്ചു. എന്നാൽ ഒറ്റപ്പെടലും വേട്ടയാടലുമാണ് നേരിട്ടതെന്നും കോൺഗ്രസ് വേദിയിലെത്തിയ സന്ദീപ് വാര്യർ പറഞ്ഞു. എല്ലാ സമയത്തും ഞാൻ പ്രവർത്തിച്ചു വരുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ സംഘടനയുടെ നാവായി ഞാൻ നിലകൊണ്ടിട്ടുണ്ട്. പക്ഷെ തിരിച്ചിങ്ങോട്ട് എന്താണ് കിട്ടിയത്? കഴിഞ്ഞ കുറേ വർഷമായി ഈ സംഘടനയ്ക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത്, ബി.ജെ.പിക്ക് നിന്ന് എനിക്ക് കിട്ടിയത് അങ്ങേയറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ്. ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ.പി.സി.സി പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ്. കേരളത്തിലെ CPIM-മായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നതാണ് ഞാൻ ചെയ്ത കുറ്റം. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. എന്നാൽ സന്ദീപിന്റെ ചുവടുമാറ്റത്തിൽ സുരേന്ദ്രന്റെ പ്രതികരണവും ശ്രദ്ധേയമായി. സന്ദീപിന് ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ കിട്ടട്ടെ എന്നായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പരിഹാസ രൂപേണയുള്ള പരാമർശം. ബലിദാനികളെ സന്ദീപ് വഞ്ചിച്ചുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം പാലക്കാട് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയ സന്ദീപിനെ ഷോൾ അണിയിച്ചാണ് പ്രസിഡന്റ് കെ സുധാകരനും വി.ഡി. സതീശനും സ്വീകരിച്ചണിയിച്ചത്. മുൻപ് പാലക്കാട് സീറ്റ് നിഷേധിച്ചതിനൊപ്പം പാർട്ടിയിൽ നിന്നും നേരിടുന്ന അവഗണനയുമാണ് സന്ദീപിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. നേരത്തെ ചില പരാതികളുടെ പേരിൽ സന്ദീപിനെ വക്താവ് സ്ഥാനത്തു നിന്നടക്കം ചുമതലകളിൽ നിന്ന് മാറ്റിയിരുന്നു. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രൻ തന്നെയാണ് സന്ദീപിനെ തിരികെ നേതൃനിരയിലേക്ക് എത്തിക്കാൻ മുൻകൈയെടുത്തത്. ഇതിനുശേഷവും തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്ന പരാതിയും സന്ദീപ് ഉയർത്തിയിരുന്നു. ഇതോടെയാണ് സന്ദീപ് കോൺഗ്രസ് വഴിയിലേക്ക് എത്തിയത്. ഉപതെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച സന്ദീപ് വാര്യർ കടുത്ത പ്രതിസന്ധി ബി.ജെ.പിക്ക് ഉണ്ടാക്കിയാണ് പാർട്ടി വിടുന്നത്. അമൃത ന്യൂസ്, പാലക്കാട്.